Guys, and welcome back. And today I'm going to introduce top 5 new animes released in 2026 that's still ongoing. അത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ എപ്പിസോഡ്സും. ആൻഡ് നമുക്കൊരു 5 അനിമേസ് ആണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും അതേപോലെ ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അനിമേസ് ആണിത്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദാറ്റ് അനിമേസ് ടു യു ഗൈസ്. ദ ഫസ്റ്റ് വൺ ഞാൻ പറയുന്നത് ദ ഡാർവിൻ ഇൻസിഡൻറ്റ്. ആക്ച്വലി അതൊരു നല്ലൊരു ആനിമയാണ് കഴിച്ചു. നിങ്ങൾ കണ്ടോ? അത് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാൻ പറ്റില്ല. നമ്മളെ ഒരു കിട്ടി എനിക്കിത് കിട്ടി. നമ്മളിതില്ലേ നോൺ വെജ് കഴിക്കുന്നവരും അതേപോലെ വെജ് കഴിക്കുന്നവരും അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കൈൻഡ് ഓഫ് സ്പീഷീസ് വന്നിട്ട് അതിൻ്റെ ഇതിലൂടെ നടക്കുന്ന കുറേ സംഭവങ്ങളാണ്. ഇനി വേറെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഓവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോയും പോകും, പിന്നെ കാണാൻ ഇൻട്രസ്റ്റും പോകും. മേ ബി റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ടാവും. ഞാൻ റീൽസ് കണ്ടിട്ടാണ് എപ്പിസോഡ്സ് കാണാൻ തുടങ്ങിയത്. ഞാൻ വിചാരിച്ചു വലിയ രസമൊന്നുമില്ല, ബട്ട് ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ്. പിന്നെ രണ്ടാമത്തത് ദ ഈസി ഗോയിങ് ടെറിട്ടറി ഡിഫെൻസ് ബൈ ദ ഒപ്റ്റിമിസ്റ്റിക് ലോഡ് പ്രൊഡക്ഷൻ മാജിക് ടേൺസ് ഇൻ നമ്പർ വില്ലേജ് ഇൻ ടു ദ സ്ട്രോങ്ങസ്റ്റ് ഫോർട്ടിഫൈഡ് സിറ്റി. അങ്ങനെ എന്തായിട്ടാണ് പേര്. എന്തായാലും ഞാൻ എല്ലാത്തിനും പറയുമ്പോൾ പോസ്റ്റർ സൈഡിൽ കൊടുത്തിരിക്കും, അതായിരിക്കും ബെറ്റർ. എനിവേ ഇത് പറയുന്ന വേറൊന്നുമല്ല, ഇസൈക്കെ ആണ് പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. ഇസൈക്കെ വേൾഡിൽ ഒരു റിബോൺ ആയിട്ടൊരു ലോഡ് വരുന്നു. ആ ലോഡിന് നോർമലി കിട്ടുന്ന മാജിക് പവറിൽ ഏറ്റവും എല്ലാവരും ഈ പൊട്ട മാജിക് ആണോ കിട്ടിയെന്ന് ചോദിക്കുന്ന രീതിയിലുള്ളൊരു മാജിക്കാണ് ആ നോബിളിന് കിട്ടുന്നത്. അപ്പോൾ ചെറിയ കുട്ടിയായ നോബിളിനെ പറഞ്ഞയച്ചു വിടുന്നു, ഒരു പൊട്ട സ്ഥലത്ത് കൊണ്ടിടുന്നു. അവിടുന്ന് അത് അവൻ്റെ പവർ വെച്ചിട്ട് ഒരു ഡിഫെൻസ് എല്ലാം ബിൽഡ് ചെയ്ത് വലിയൊരു സ്ട്രോങ്ങസ്റ്റ് ടെറിട്ടറി ആയി മാറ്റുന്നു എന്നാണ് മെയിൻ സ്റ്റോറി ആയിട്ട് വരുന്നത്. ബട്ട് അതിങ്ങനെ കണ്ട് പോകണം, നല്ല രസമുണ്ടാവും. അതും ഒരു നല്ലൊരു സാധനം തന്നെയാണ്. സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. പിന്നെ വരുന്നത് ദ ഹെൽമോഡ്. ദ ഹാർഡ് കോർ ഗെയിമർ ഡൊമിനേറ്റ്സ് ഇൻ അനദർ വേൾഡ് വിത്ത് ഗാർബേജ് ബാലൻസിങ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നോർമലി കാണുന്ന പോലെ SIK വേൾഡിൽ വരുന്ന സൂപ്പർ പവർ കിട്ടുന്ന പവർ കൂടി ലെവലപ്പ് ചെയ്ത് പോകുന്ന ഡീമൻ ലോഡിനെ കില്ല് ചെയ്ത് അങ്ങനത്തെ ഒരു സാധനമല്ല. പകരം ഒരു ഹാർഡ് കോർ ആയിട്ടുള്ളൊരു ഗെയിമർ ഏറ്റവും ഏറ്റവും ഹാർഡ് ലെവൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നോർമലി ഒരു പ്ലെയറിന് ഒരു എനിമിനെ ഡിഫീറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഈ നമ്മളെ കഥാനായകനായ MCക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടുകയാണെങ്കിൽ ഒരു 1000-100 ആൾക്കാരെ കൊന്നാലാണ് ഈ നോർമലി ഉള്ള ഒരു പ്ലെയറിന് കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മളെ MC കിട്ടും. ആൻഡ് അതൊരു കൈൻഡ് ഓഫ് നല്ലൊരു പ്ലോട്ടും നല്ലൊരു കാര്യമുള്ളൊരു നല്ലൊരു രസത്തിൽ പോകുന്നൊരു ആനിമയാണ് ഗൈസ്. അതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതെല്ലാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതുവരെ വലിയ ബാഡോ അല്ലെങ്കിൽ വലുതായിട്ട് ലാഗ് അടുപ്പിക്കാത്ത ആനിമീസാണ് ഇതെല്ലാം. പിന്നെ റീഇൻകാർണേറ്റഡ് ആസ് എ ഡ്രാഗൺ ഹാച്ചറിങ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഞാൻ സ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ഇതേപോലെ SIK വേൾഡിൽ വരുന്നു. ആൻഡ് നോർമലി ഒരു ഹ്യൂമൻ സ്പീഷീസ് ആവേണ്ടവരും ഒരു എഗ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അത് ഇവോൾവ് ചെയ്ത് ഹ്യൂമൻ ആവാനുള്ള ഒരു നറുക്കെടുപ്പിലാണ്. പക്ഷെ ഇത് എന്താവും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇപ്പോഴും ഒരു റെവല്യൂഷൻ്റെ ട്രീയിൽ. അതും ഒന്നുണ്ട്. പിന്നെ I think this is the last one I am going to recommend you in this video. Noble reincarnated, born blessed, so I will obtain the ultimate power. പേപ്പറിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ. ഇനി കുറച്ച് ആനിമേസ് ഉണ്ട് റിലീസായത്. ബട്ട് എനിക്ക് ഇതൊക്കെയാണ് തൽക്കാലം റെക്കമെൻഡ് ചെയ്യാനുള്ളത്. ലാഗ് അടിക്കാത്തതും ബോറടിക്കാത്തതും. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ആനിമേ വേറൊന്നുമല്ല ഗൈസ്. ജനിക്കുന്നു, SIK വേൾഡിൽ ബോണാവുന്നു, നോബിളായിരിക്കും. ആൻഡ് പവേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലി പവറപ്പ് ഇവോൾവ് ഇങ്ങനെ ചെയ്യേണ്ടതിൻ്റെ പകരം നമ്മുടെ ഈ MCൻ്റെ പവർ ലെവലപ്പ് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. ഓരോ തൻ്റെ ഓണർഷിപ്പിലുള്ള എന്തൊക്കെയാണോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ലെവൽ കൂടും. അങ്ങനത്തെ ഒരു ബേസാണ്. അത്രയ്ക്കുള്ളൂ ഗൈസ്. എനിവേ നിങ്ങളായി റെക്കമെൻഡ് ചെയ്ത 5 ആനിമേസും സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. ഇനി ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിത് വ്യൂസ് നോർമലി എൻ്റെ വ്യൂസുകളും കുറവാണ്. മിക്കവാറും ഇത് എപ്പോഴെങ്കിലും ആയിരിക്കും കാണുക. കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് ഫിനിഷ്ഡ് ആയിട്ടുണ്ടാവും. ഇതെല്ലാം സീസൺ 1 ആണ് ഗൈസ്. ആൻഡ് ഈ ചിലതെല്ലാം സീസൺ 2 ഉണ്ടാകാൻ വളരെയധികം ചാൻസ് ഉള്ള സാധനങ്ങളാണ്. ആൻഡ് ഇറ്റ്സ് ഓൾ പ്യുവർ ജം. ഐ തിങ്ക് അത്രക്കുമല്ല. നോർമലി ഞാൻ കുറേ ആനിമേസ് കാണാറുണ്ട്. ഏകദേശം എല്ലാത്തിനും ഒരു സെയിം തീംസ്
ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതും ഓൾമോസ്റ്റ് സെയിം, ചിലതെല്ലാം ഒന്ന് രണ്ടെണ്ണം ഓൾമോസ്റ്റ് സെയിം ബേസ് ആണ്, ബട്ട് ഒരു ഡിഫറെൻറ്റ് ട്വിസ്റ്റ് കോൺസെപ്റ്റ് എന്നൊരു രീതിയിൽ എനിക്ക് തോന്നിയായിരുന്നു. സോ ഇതൊക്കെയാണ് ഗൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടോപ്പ് 5 കണ്ടൻറ്റ്സ്, അല്ലെ 5 ആനിമീസ് ദാറ്റ് ആർ സ്റ്റിൽ ഓൺ ഗോയിങ് ഇൻ 2026. ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 5 അനിമീസും ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. മേ ബി എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ട്രൈ ടു കാണാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ്, ബൈ.